ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. നാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകം എന്ന അതിപ്രശസ്തമായ കൃതിയെക്കുറിച്ച് മാത്രം ഉള്ള ഒരു പോഡ്കാസ്റ്റാണ് ഇത്. രണ്ടാഴ്ചകൾക്ക് മുൻപ് മുംബൈയിൽ ശ്രീനാരായണ മന്ദിര സമിതി അനുകമ്പാ ദശകത്തെ കുറിച്ച് ഞാനും വിനയ ചൈതന്യയുമായി ഒരു സംഭാഷണം അറേഞ്ച് ചെയ്തിരുന്നു. അതിനുവേണ്ടി ഗ്രഹപാഠം ചെയ്തിരുന്നു. അന്ന് അത് നന്നായി പോയി. പക്ഷെ അന്ന് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അതിന്റെ ശബ്ദലേഖനം സാധിച്ചില്ല. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം ഞാൻ വിനയ ചൈതന്യയോട് പറയുകയായിരുന്നു, നമുക്ക് അതൊന്നുകൂടി ആ സംഭാഷണം ഒന്ന് ആവർത്തിച്ചാലോ എന്ന്. വിനയ ചൈതന്യ ദില്ലി ദാലിയുടെ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും സുപരിചിതനാണ്. അദ്ദേഹം നാരായണ ഗുരുവിന്റെ കൃതികൾ അതിമനോഹരമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും അടുത്ത കാലത്ത് അത് പ്രസാധനം ചെയ്യപ്പെടുകയും വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത പുസ്തകമാണ് അത്. സ്വാഗതം വിനയ ചൈതന്യ ദില്ലി ദാലിയിലേക്ക്. നമസ്കാരം. ഒരിക്കൽ കൂടി ഈ സംഭാഷണം നടത്തണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് തയ്യാറായതിനുള്ള കൃതജ്ഞത ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അല്ല, എനിക്കും വളരെ സന്തോഷമാണ് ഗോപാലകൃഷ്ണൻ. കൃതജ്ഞത വേണ്ടതില്ല. അപ്പൊ ഈ അങ്ങോട്ടും കൃതജ്ഞനാണ്. അനുകമ്പാ ദശകം എന്ന നാരായണ ഗുരുവിന്റെ കൃതി ഉണ്ടായിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 100 വർഷത്തിൽ കൂടുതലായി. എന്റെ ധാരണ ശരിയാണെങ്കിൽ 1920 ഗുരു അനുകമ്പാ ദശകം പൂർണ്ണാനന്ദ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തത്. ഒന്നാം ശ്ലോകത്തിൽ തന്നെ നമ്മൾ ആദ്യം 1-ാം ശ്ലോകത്തിലേക്ക് തന്നെ പോവുകയാണ്. 1-ാം ശ്ലോകത്തിൽ തന്നെ അനുകമ്പയും ചിന്തയും കരുണയും ഈ 3 വാക്കുകൾ 1-ാം ശ്ലോകത്തിൽ തന്നെ കടന്നു വരുന്നുണ്ട്. ഏറ്റവും ദൃശ്യ ഗോചരമായിട്ടുള്ളതിൽ ഏറ്റവും ചെറുതായ ഉറുമ്പ് നോട് പോലും കരുണ വേണം എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു പീഡ റുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഇതില് കരുണാകര എന്ന വാക്കിന്റെ അകത്ത് കരുണ വരുന്നു, ചിന്ത വരുന്നു, അനുകമ്പ വരുന്നു. ഈ നാരായണ ഗുരുവിൽ കരുണയും ചിന്തയും അനുകമ്പയും എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? ഗുരു വളരെ പ്രാധാന്യമുള്ള ഒരു വാക്ക് അറിവാണ്. അറിവ് തന്നെയാണ് അനുകമ്പ. അതുപോലെ പരമപദം പരിചിന്ത ചെയ്തിടണം എന്നൊക്കെ ആത്മോത്സവത്തിൽ വരുന്നുണ്ട്. അപ്പോ വെറും ചിന്തയല്ല, ഒരു പരിചിന്തനമാണ്. അത് സദാ കരുണാകര, ഈ സദാ എന്നുള്ളതിനും വളരെ പ്രാധാന്യം കാണുന്നു. അനുകമ്പ തന്നെയാണ് വാസ്തവത്തിൽ ഗുരു ഉപദേശത്തിന്റെ സാരാംശമായിരിക്കുന്നത്. അത് ഈ കൃതിയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് അദ്ദേഹം. ആത്മോത്സവം തുടങ്ങുമ്പോൾ തന്നെ 2-ാമത്തെ ശ്ലോകത്തിൽ കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയും അനേക ജഗത്തും
ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ. ഈ ഭാനുമാൻ ആണ് ഇവിടെ കരുണാകരനായിട്ട് പറയുന്നത് അനുകമ്പാദശകം. അപ്പൊ ഈ തിരുവുരു എങ്ങനെ ആത്മനിഷ്ഠനായ ഒരു ഗുരു എല്ലാറ്റിനെയും ആത്മദൃഷ്ട്യ സർവഭൂതവും ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവൻ എന്തുള്ളു നിന്ദ്യമായി എന്ന് ഈശാവാസ്യത്തിന്റെ ഭാഷയിൽ ഗുരു പറയുന്നു. അപ്പൊ ഒരു നിസ്സാര ജീവിയായി കാണപ്പെടുന്ന ഉറുമ്പിനെ പോലും ഈ ആത്മാവ് തന്നെയായിട്ട് കാണുന്നതാണ് അനുകമ്പ. അപ്പോൾ അത് ഉറുമ്പെന്നുള്ളത് ഏറ്റവും നിസ്സാരമായിട്ട് നമുക്ക് കാണുന്നു. നമ്മൾ അറിയാതെ ചവിട്ടുകയോ തുടച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യാനിടയുള്ള ഒരു അല്പജീവിയാണല്ലോ. അപ്പൊ അതിനോട് പോലും അതിനൊരു പീഡയും വരുത്തരുതെന്നുള്ളതാണ് അനുകമ്പ. അത് സദാ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുണ്ടാക്കുന്നത് കരുണാകരനാണ്. അപ്പോ കരുണ അറിവിന്റെ സഹജ സ്വഭാവമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാമുഖ്യം ഗുരു കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഉറുമ്പ് എന്നുള്ളത് ഇപ്പൊ ഉറുമ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതിനെ അത് ഈ കരുണാകാരം ഉറുമ്പ് തന്നെ ആകുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. നിൻ തിരുമൈ വിട്ടകലാതെ ചിന്ത വരുമ്പോഴാണ് ഈ ഉറുമ്പും നിന്റെ തിരുമൈ ആകുന്നത്. അതെ, അതാണ് അതിന്റെ. അതെ. അപ്പോ ഈ കുറച്ചു മുമ്പ് ഞാനൊരു വഴിവിട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. അനുകമ്പാദശകത്തിൽ നിന്നും ഒന്ന് മാറി ചോദിക്കുകയാണ്. കാരണം ആത്മോപദേശ ശതകത്തിലെ രണ്ടാമത്തെ ശ്ലോകം ഇപ്പോൾ വിനയചേതനെ പറഞ്ഞിരുന്നു. കരണവും ഇന്ദ്രിയവും കളയബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ എല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. ഈ വെളി എന്ന വാക്ക് ഗുരു കൃതികളിൽ എപ്പോഴും വരുന്ന ഒന്നാണ്. എന്താണ് ഈ ഗുരുവിന്റെ വെളി? വെളി ആകാശം എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ എടുക്കുന്നത്. വെളിച്ചം ഉള്ളിടമാണ് വെളി. അപ്പോ ഈ വെളി അതുപോലെ ബൗദ്ധരുടെ ശൂന്യതയായിരിക്കാം ഒരു പക്ഷെ. വെളിയാണല്ലോ. പക്ഷേ അതൊരു ഇല്ലായ്മയല്ല. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ കരുണാകരനോ അല്ലെങ്കിൽ ഭാനുമാനോ ഒക്കെ ആയിട്ടുള്ള ഒരു വെളിച്ചമാണ്, അറിവാണ്, അനുകമ്പയാണ് എന്ന് പറയാം. ഇനി ഞാൻ രണ്ടാമത്തെ അനുകമ്പാദശകത്തില് രണ്ടാമത്തെ 10 ശ്ലോകങ്ങളാണ് അനുകമ്പാദശകത്തിൽ ഉള്ളത് എന്ന് ഒരു ആമുഖമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ആ കവിതയുടെ പേരിൽ തന്നെ ദശകം എന്ന വാക്ക് വരുന്നുണ്ട്. അരുൾ, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ്. അത് ജീവതാരകം. അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകം. ഈ അനുകമ്പാ ദശകം വിയോഗിനി എന്ന വൃത്തത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയും വിയോഗിനി എന്ന വൃത്തത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആശാൻ
വിയോഗിനിയിൽ ചിന്താവിഷ്ടയായ സീത എഴുതുന്നത് ഒരുപക്ഷെ അനുകമ്പാ ദശകം എഴുതിയ 1921 2 വർഷങ്ങൾക്ക് മുൻപാണ്, 1919. അപ്പോൾ രണ്ട് ഗുരുവിലും ശിഷ്യനായ കുമാരനാശാനിലും വിയോഗിനി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലം ആയിരുന്നു അത് എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ അനുകമ്പ ദശകത്തിലെ ഈ 2ാമത്തെ ശ്ലോകത്തിലെ 2 കാര്യങ്ങളാണ് എനിക്ക് വിനയ ചൈതന്യമായിട്ട് സംസാരിക്കാനുള്ളത്. ഒന്ന്, ഈ ശബ്ദഭംഗി. ഈ അനുകമ്പ ദശകത്തിലെ ശബ്ദഭംഗി എപ്പോഴും ആകർഷിക്കുന്നതാണ്. ഈ ര എന്ന അക്ഷരം ഏറ്റവും മനോഹരവും ശബ്ദഭംഗിയോടും കൂടി ആവർത്തിച്ച് അനുകമ്പാ ദശകത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഒരുപക്ഷെ ഒരു ആധാര ശ്രുതി പോലെ ഈ ഋഷഭസ്വരം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുണ്ടാക്കുന്ന ഒരു ഇമ്പം തന്നെ വേറൊന്നു തന്നെയാണ്. ഈ അനുകമ്പ എന്നുള്ള വാക്കിൽ തന്നെ ആ ഇമ്പം ഉള്ളതുപോലെ തന്നെ ഒരു ഇമ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അരുളിൽ വരും ഇമ്പം, അരുളാൽ വരും ഇമ്പം എന്നാണ് പറയുന്നത്. ഈ അരുൾ അല്ലെങ്കിൽ അൻപ് അതകന്നാൽ ഇരുളാകും എന്നും ഈ ശ്ലോകം പറയുന്നുണ്ട്. എന്റെ ചോദ്യം, ഈ അരുളിലേക്കും ജീവിയിലേക്കും അൻപിലേക്കും ഒക്കെ നമുക്ക് വരാം. പക്ഷെ എന്റെ ചോദ്യം, ഈ ഗുരുവിലുള്ള ഈ ശബ്ദഭംഗി, നാദഭംഗി, ഞാൻ ശബ്ദഭംഗി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, ഈ നാദഭംഗിയെ എങ്ങനെയാണ് വിനയ ചൈതന്യ കാണുന്നത്? വിനയ ചൈതന്യ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ നടരാജ ഗുരുവുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള ശിഷ്യനും കൂടിയാണ് വിനയ ചൈതന്യ. നടരാജ ഗുരു പറഞ്ഞറിയുമോ ഇദ്ദേഹത്തിലുള്ള ഈ നാദഭംഗിയെ കുറിച്ച് ഒന്ന് പരാമർശിക്കാമോ? ധ്വനിമയമായി ഗഗനം ജ്വലിക്കും, അന്നാൾ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം എന്ന് പറയുന്നുണ്ട്. അപ്പോ ധ്വനിപ്പിക്കുക, ഡയറക്റ്റ് അല്ല, നേരിട്ട് പറയുകയല്ല. ധ്വനി നമ്മുടെ അകത്തേക്ക് ശബ്ദം ചെന്നിട്ടുണ്ടാകുന്ന ഒരു അർത്ഥത്തിന്റെ സ്ഫോടനം. ഇങ്ങനെയാണ് പൂർവമീമാംസകർ പറയുക. ശബ്ദം അകത്ത് പോയി സ്ഫോടം സംഭവിച്ച് അർത്ഥം ഉണ്ടാകുന്നു എന്നൊരു. അപ്പോൾ അത് ഗുരു ഇതേപ്പറ്റി വളരെ ബോധവാനായിരുന്നു എന്ന് അത് ഈ കൃതിയിൽ എന്നല്ല, എല്ലാ കൃതികളിലും ഇങ്ങനെ തന്നെയുള്ള വളരെ ബോധപൂർവമുള്ള അർത്ഥതലങ്ങളെ സ്പർശിക്കാൻ കഴിവുള്ള ശബ്ദങ്ങളെ, അത് എനിക്കതേപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇത് അദ്ദേഹത്തിൽ നാദഭംഗിയോടുകൂടി ആവിർഭവിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഭംഗി വരുത്തുവാനുള്ളൊരു ശ്രമമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഇപ്പോ നേരത്തെ വിനയചേതനെ പറഞ്ഞ വരിയുടെ 3ാമത്തെ വരി തന്നെ എഴുതാൻ, പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങും ഇതം സ്വയം പ്രകാശം എന്നുള്ള വരി. അപ്പോ ഈ ധ്വനിയും പോയിട്ട് ധ്വനിമയമായി അതും കഴിഞ്ഞിട്ട് അതിന് സ്വനവും അടങ്ങിയിട്ട് സ്വയം പ്രകാശം മാത്രമായിട്ട് നിൽക്കുന്ന ആ ബിന്ദുവിലെ നാദം എന്ന് പറയുന്നതാണോ ഈ ഗുരുവിലെ മൗനം? അതായിരിക്കണം, നമുക്ക് ഊഹിക്കാനേ കഴിയുന്നുള്ളൂ. അത് തന്നെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അരുൾ, അൻപ്, അനുകമ്പ, ഈ അരുളിനെ വിനയ ചൈതന്യ ഇംഗ്ലീഷിലേക്ക് ഗ്രേസ് എന്നാണ് വിവർത്തനം ചെയ്തത്. അരുളും അൻപും അനുകമ്പയും ഒന്ന് തന്നെയാണോ? ഒന്ന് തന്നെയാണ്. അതിൻ്റെ 3 ഭാവങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക്
പറയാം. ഒന്ന് തന്നെയാണ് പൊരുൾ. അതേസമയം നമ്മളിപ്പോ അരുൾ എന്ന് പറയുമ്പോ ദൈവത്തിന് സൃഷ്ടിയോടുള്ള ഒരു അതിനെയാണ് അരുൾ എന്ന് പൊതുവെ മനസ്സിലാക്കുന്നത്. അൻപ് എന്ന് പറയുമ്പോൾ സമസൃഷ്ടങ്ങൾ തമ്മിലുള്ള ഓക്കെ നമ്മൾ അൻപ്. അനുകമ്പ എന്ന് പറയുമ്പോൾ അതിപ്പോ ഒരു ഉറുമ്പിനെ പോലും ഉൾക്കൊള്ളുന്ന ഒരു കരുണയുടെ സ്രോതസ് ആയിട്ട് ഒന്ന് തന്നെയാണ് പൊരുൾ എങ്കിലും മൂന്ന് തലങ്ങളിൽ അത് പ്രകടമാകുന്നു എന്നാണ് ഞാൻ അപ്പൊ മനസ്സിലാക്കുന്നത്. അനുകമ്പയിൽ ഒന്ന് ബലവാനും ഒന്ന് ദുർബലനും ആകുന്നുണ്ടോ? ആകണമെന്നില്ല. ആകണമെന്നില്ല. ഒന്നിനെ തുടർന്ന് കമ്പനം ചെയ്യുകയാണ്. ഇപ്പോ ഇലകൾ നോക്കിയാൽ ഒരു ഇലയാണ് ഇളകുമ്പോൾ അടുത്ത ഇല ഇളകുന്നു. ഈ വീണ്ടും വജ്രയാനത്തിലെ ഒരു ജാലം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം ഗുരു ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോ അവര് പറയുന്നു ഈ വലയുടെ കണ്ണികൾ ചേരുന്നിടത്തെല്ലാം ഒരു മണി, ഒരു ബെൽ ഇങ്ങനെ കിടക്കും. ഒരു മണി ശബ്ദമുണ്ടാക്കുമ്പോൾ ആ ശബ്ദ തരംഗം അടുത്ത മണിയെ ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഒരു ഒന്നിനെ തുടർന്ന് ഉണ്ടാകുന്ന ഒരു കമ്പനം. അപ്പോ ഒന്നിന് ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ആ ദുഃഖം എല്ലാറ്റിനെയും ബാധിക്കുന്നു എന്ന്, അതുപോലെ തിരിച്ചും ഒന്നിന് സന്തോഷമുണ്ടാകുമ്പോൾ അതും. അപ്പോൾ ഈ അനുകമ്പ എപ്പോഴും ഒരു ദുഃഖാനുഭവത്തെ തുടർന്ന് മാത്രമേ ഉണ്ടാകാവൂ എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കമ്പനം എന്ന വാക്ക് വിനയ ചൈതന്യ ഇപ്പോൾ ഉപയോഗിച്ചു. അനുകമ്പയെ കുറിച്ച് പറയുമ്പോൾ കമ്പനത്തിന്, റെസണൻസിന്റെ അർത്ഥം വരുന്ന കമ്പനം എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പോ ഞാൻ ആ വാക്കിലേക്ക് ഒന്ന് പോവുകയാണ്. ഇതും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ചോദ്യമല്ല. അതുകൊണ്ട് ഈ കമ്പനം എന്ന വാക്കിന് ഫിസിക്സിൽ വരുമ്പോൾ, ഊർജതന്ത്രത്തിൽ വരുമ്പോൾ, ദ പ്രൊഡക്ഷൻ ഓഫ് എ സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് വൈബ്രേഷൻ ഓഫ് അനദർ ഒബ്ജക്ട് എന്നാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് എ സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് വൈബ്രേഷൻ ഓഫ് അനദർ ഒബ്ജക്ട് എന്നാണ്. ഈ അനുകമ്പ ദശകത്തിലെ കമ്പനത്തിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു എത്തിക്കൽ റെസണൻസ് ആണോ ഈ അനുകമ്പ ദശകത്തിലൂടെ വരുന്നത്? എത്തിക്കലും ആണ് എന്നേ പറയാം. എത്തിക്കൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊരു വാസ്തവത്തിൽ എല്ലാം ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു എന്നേ ഉള്ളൂ. ഒന്നും വേറിട്ട് നിൽക്കുന്നില്ല വാസ്തവത്തിൽ. ഇനി ഞാൻ വേറൊരു ചോദ്യത്തിലേക്ക് വരുന്നത്, ഈ അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്ന ഒരു നവാക്ഷരി, അതായത് പുതിയ മന്ത്രം ഗുരു പറയുകയായിരുന്നു. ഇതിനു മുൻപ് ഗുരു പറഞ്ഞതായിട്ടുള്ള മലയാളികൾ എപ്പോഴും പറയുന്നതും പ്രചാരത്തിലുള്ളതുമായ ഇപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളതോ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതോ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയെ അവരന് സുഖത്തിനായി വരയണം എന്നുള്ളവ, ഇതിലെല്ലാം മനുഷ്യൻ കേന്ദ്രീകൃതമായിട്ടും മനുഷ്യനിർമ്മിതമായ മതകേന്ദ്രീകൃതമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ അദ്ദേഹം ജീവി എന്ന് പറയുന്നു. ജീവിക്കുന്നതിലേക്കുള്ള ഒരു പ്രയാണം, ഒരു പരിണാമം, ഒരു വളർച്ച, ഒരു എവല്യൂഷൻ നാരായണ ഗുരുവിൽ സംഭവിക്കുന്നുണ്ടോ?
അതോ അത് നമ്മുടെ വായനയുടെ ഇതാണ്, ഗുരുവിൽ ആദ്യന്തം നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണോ ഇത്? ആദ്യം നിലനിൽക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചെടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നവാക്ഷരിയാൽ മുമ്പുള്ളതിനെയെല്ലാം പൂർത്തീകരിക്കുകയും അതേസമയം റദ്ദ് ചെയ്യുകയുമാണ്. മന്ത്രങ്ങൾ ഉരുവിടേണ്ടതില്ല, അരുളുണ്ടായാൽ മതി. അപ്പോ നവാക്ഷരികൾ ഉണ്ട് നമുക്ക്, പഞ്ചാക്ഷരികൾ, ഷഡാക്ഷരികൾ, അഷ്ടാക്ഷരികൾ, ഇങ്ങനെ പല മന്ത്രങ്ങളും ഉപദിഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഗുരു പറയുന്നു ഒരു പുതിയ ഇതില് 9 അക്ഷരങ്ങളെ ഉള്ളൂ എന്നതും ശ്രദ്ധിക്കണം. അരുളുള്ളവനാണ് ജീവി. 9 അക്ഷരങ്ങൾ. അപ്പോ പക്ഷെ ഇതൊരു യേശുവൊക്കെ പറയുന്നു, നിങ്ങളിങ്ങനെ കേട്ടിരിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പൊ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു റീവാലുവേഷൻ, പുനർനിർണയം നടക്കുകയാണ്. അപ്പോ അതുപോലെ ഗുരുവിന് ഒരു മതം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുമ്പോൾ, അത് ഈ അനുകമ്പയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഗുരു പറയുന്ന ഒരു മതം എന്നും. അതുകൊണ്ടാണ് ഈ നവാക്ഷരി അവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരിയിൽ നിന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോയാൽ, 3-ാമത്തെ ശ്ലോകത്തിലേക്ക് പോയാൽ, അദ്ദേഹം ഒരു വിപ്ലവകരമായ ഒരു ഈ നവാക്ഷരിക്ക് ശേഷം അദ്ദേഹം ആരാണ് ജീവി എന്നാണ് ഈ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആരാണ് ജീവി എന്നുള്ളത്? അനുകമ്പയാണ് ജീവി എന്ന് നിർണ്ണയിക്കുന്ന ഘടകം എന്നുള്ളത്. അപ്പോ ശരീരത്തിന് വരുന്ന 6 ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ഭാവങ്ങൾക്കും അതീതനായിട്ട് നിൽക്കുന്ന ആളാണ് അരുളാണ്ടവൻ എന്ന് പറയുന്ന ആ ഭാഗത്തിലേക്ക് ഞാൻ ഒന്ന് പോകാം. ആദ്യം ഞാൻ ആ ശ്ലോകം ഒന്ന് പെട്ടെന്ന് വായിക്കാം. വരുമാറുവിധം വികാരവും വരുമാറിൽ അറിവ് ഇന്ന് ഇതിനു നേർ, ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാം ഉരുവാർന്ന് ഇങ്ങ് അനുകമ്പ നിന്നിടും എന്ന് പറയുന്നു. അപ്പോ ഈ എന്റെ ധാരണ ശരിയാണെങ്കിൽ ഈ ഭ്രൂണാവസ്ഥ എന്ന് പറയുന്ന അസ്തിത്വം എന്ന് പറയുന്ന ഭ്രൂണാവസ്ഥ, അതിൽ നിന്നും ജന്മം എന്ന് പറയുന്ന 2-ാമത്തെ അവസ്ഥ, അതിനുശേഷം വൃദ്ധി എന്ന് പറയുന്ന 3-ാമത്തെ അവസ്ഥ, അതിനുശേഷം പരിണാമം, എവല്യൂഷന്റെ പരിണാമം എന്ന് പറയുന്ന അവസ്ഥ, അതിനുശേഷം അപക്ഷയം എന്ന് പറയുന്ന അവസ്ഥ, ശരീരത്തിന്റെ അപക്ഷയവും പിന്നെ ശരീരത്തിന്റെ വിനാശവും. ഈ 6 ഭാവങ്ങൾക്കും അതീതനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് ഈ അനുകമ്പയാണ്ടവൻ നിൽക്കുന്നതെന്നാണല്ലോ ഇത് പറയുന്നത്. അപ്പോ ഈ 4-ാമത്തെ ശ്ലോകത്തിനെ എങ്ങനെയാണ് വിനയ കാണുന്നത്? അപ്പൊ അവിടെ തന്നെയാണ് അറിവും അനുകമ്പയും ഒന്ന് തന്നെയാണെന്ന്. അതെ, താങ്ക് യു. അപ്പോ മനുഷ്യൻ ഒരു നിത്യജീവിതം കാക്ഷിക്കുന്നവനാണ് മനുഷ്യൻ. അപ്പോ ഒരു നിത്യജീവിതത്തിലേക്കുള്ള വഴിയായിട്ടാണ് അവിടെ അനുകമ്പയെ ഞാൻ കാണുന്നത്. അതായത് ശരീരം മരിച്ചാലും അനുകമ്പയുള്ളവരാണെങ്കിൽ കീർത്തി എന്ന ശരീരം ധരിച്ച് നിത്യനായി ജീവിക്കും എന്ന് ഒരു വലിയ ആശ്വാസവും തരികയാണ് അവിടെ. കാരണം മരണത്തെ ഭയപ്പെടുന്നവരാണ് നമ്മൾ, ഇല്ലായ്മയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, കീർത്തിയായി നിലനിൽക്കും എന്ന്
പറയുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചരിത്രാതീതമായിട്ട് നിലനിൽക്കുന്ന എത്രയോ മഹാത്മാക്കളുടെ പേരുകൾ ഗുരു തന്നെ അത് മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്. അവരെല്ലാം ഇപ്പോഴും ജീവിക്കുന്നത് അവരുടെ കീർത്തി ആയതുകൊണ്ടാണ്. അതുപോലെ ഗുരു സാന്ദർഭികമായിട്ട് സംഭാഷണങ്ങളിൽ പറയുന്നുണ്ട്, രാമനും കൃഷ്ണനും ഒക്കെ അങ്ങനെയുള്ള നല്ല ആളുകളായിരുന്നിരിക്കണം, അതുകൊണ്ട് ക്രമേണ അവർ ദേവന്മാരായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ അനുകമ്പ നമുക്കൊരു നിത്യത തരുന്നു, അല്ലെങ്കിൽ അനിത്യമായ ജീവിതത്തിന് എന്ന് മനസ്സിലാക്കാം. ഒരു 40 മിനിറ്റ് കൊണ്ട് സംസാരിക്കാവുന്ന ഒരു വിഷയമേ അല്ല അനുകമ്പാദശകം എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഇനി അതിലെ പ്രധാനപ്പെട്ട മറ്റ് ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് ചെയ്യാം. അവിടെ അതായത് ഇപ്പോൾ വിനയ ചൈതന്യ പറഞ്ഞിരുന്നല്ലോ, കീർത്തിമാന്മാരായിട്ടുള്ള പൂർവ്വസൂരികളെ നാരായണ ഗുരു ഓർക്കുന്ന ഭാഗങ്ങളാണ് അനുകമ്പാദശകത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് തന്നെ പരമാർത്ഥം ഉരച്ച് തീർവിടും പൊരുളോ എന്ന് ഭഗവത്ഗീത പറയുന്ന കൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ട് പരമാർത്ഥം ഉരച്ച് തീർവിടും പൊരുളോ എന്നുള്ളതും, അതിനുശേഷം ഭൂതദയാ ക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഒരു ശങ്കരൻ ആയിരിക്കണം. അതിനുശേഷമാണ് അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ചും കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറയുന്നതും, അതിനുശേഷം അദ്ദേഹം ശൈവ സിദ്ധന്മാരായിട്ടുള്ള നിരവധി ആളുകളുടെ 3-4 പേരുകൾ പറയുന്നു. ഈ അനുകമ്പയാണ്ടവരെ ഗുരു പരാമർശിക്കുമ്പോൾ എന്തായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ പരിഗണന? അവരെല്ലാം ഈ അനുകമ്പയുടെ നിദർശനങ്ങളായിരുന്നു, മാതൃകകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കീർത്തി നമ്മളെ ഇന്നും പ്രചോദിപ്പിക്കുകയും നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. എനിക്ക് പക്ഷേ ഈ ശ്ലോകങ്ങളിലെല്ലാം, ഈ വരുന്ന ശ്ലോകങ്ങളിലെല്ലാം ഒരു ആവർത്തിച്ച് പറയുന്ന ഒരു ഈ അനുകമ്പ ആണ്ടവൻ. അപ്പൊ ഈ അനുകമ്പ തന്നെയാണ് ആണ്ടവൻ. അനുകമ്പ ദൈവമാണ് എന്നും പറയുന്നതായിട്ട് ഞാൻ വായിക്കുന്നു. എത്രത്തോളം എന്തിൽ ഈ അനുകമ്പയിൽ ആണ്ട് നിൽക്കുന്നയാൾ ആണ്ടവൻ. അപ്പോ അത് ആണ്ടാളുമാകാം, അത് ആണ്ടാളുമാകാം. അതെ, അല്ല, ദൈവം സ്നേഹമാകുന്നു എന്ന് അല്ലേ പറയുന്നത്? ഗോഡ് ഈസ് ലവ്. അതിനെ വേറൊരു തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ അനുകമ്പ തന്നെയാണ് ആണ്ടവൻ. അതിനുള്ള ഉദാഹരണങ്ങളായിട്ട് ഗുരുക്കന്മാരെ എല്ലാം പറഞ്ഞിരിക്കുകയാണ് എന്ന്. നമുക്ക് 10 മിനിറ്റ് കൂടി ഉള്ളൂ എന്നുള്ള ഒരു സൂചന സൂം തന്നിട്ടുണ്ട്. ഈ നടരാജ ഗുരു ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രധാനമായും ഹിന്ദു മതത്തിന്റെ ചിന്താ പദ്ധതികൾക്ക് പുറത്ത്, അതായത് ഈ പറഞ്ഞു പോരുന്ന ഹിന്ദു മതത്തിന്റെ ചിന്താ പദ്ധതികൾക്ക് പുറത്തുള്ള 2 അല്ലെങ്കിൽ 3 പേരുകളാണ് അനുകമ്പാദശകത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ബുദ്ധനെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധൻ നേരിട്ട് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും, പിന്നെയുള്ളത് ക്രിസ്തുവും നബിയുമാണ്. അപ്പൊ ഈ നടരാജ ഗുരുവായിട്ടുള്ള താങ്കളുടെ സംഭാഷണങ്ങളിൽ എപ്പോഴെങ്കിലും ഈ നാരായണ ഗുരുവിൽ പ്രവാചക നബിയും ജീസസ് ക്രൈസ്റ്റും ഉണ്ടാക്കിയ സ്വാധീനത്തിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. ഡയറക്റ്റായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴല്ല. പക്ഷെ ഗുരുവിൻ്റെ
ഗുരു പരമ്പരയെ ഗുരു പറയുകയാണ് ഇവിടെ എന്ന് സാന്ദർഭികമായിട്ട് അത് ചട്ടമ്പി സ്വാമി ഗുരുവിന്റെ ഗുരുവായിരുന്നു എന്നുള്ള ഒരു സംഭാഷണത്തിനിടയിലായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഗുരുവിന്റെ ഗുരുക്കന്മാരാരാണെന്ന് അനുകമ്പാ ദശകത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹിന്ദു മതം എന്നൊരു മതമില്ലല്ലോ എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു മതം വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. അത് ഏത് കോണ്ടെക്സ്റ്റിലാ പറഞ്ഞത്? അത് നോക്കേണ്ടി വരുമോ സംഭാഷണങ്ങളിൽ? അതായത് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളതായിട്ടാണോ പറയുന്നത്? അതെ, അതെ. ഹിന്ദു മതം എന്നൊരു മതമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഗുരുവിന് ഈ ധർമ്മം എന്നുള്ള വാക്ക് വളരെ പ്രാധാന്യമുള്ളതാകുന്നത്. കാരണം മതമായിരുന്നില്ല ഇവിടെ മതമുണ്ടായിരുന്നില്ല, ധർമ്മമായിരുന്നു. ധർമ്മം സത്യം വദ ധർമ്മം ചര എന്നാണ്. ഇനി നമ്മൾ ഇതിലെ അവസാനത്തെ ഈ അനുകമ്പാ ദശകത്തിലെ 10 ശ്ലോകങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ഫലശ്രുതിയിലേക്ക് ഒന്ന് പോകാം. ആ ഫലശ്രുതി ഒന്ന് ചൊല്ലാമോ ഇപ്പോ? അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും. ഗുരു പലപ്പോഴും പറയുന്നുണ്ട്, എല്ലാ മതങ്ങളെയും സമശ്രദ്ധയോടെയും സമഭക്തിയോടെയും പഠിക്കണം, എല്ലാവരും പഠിക്കണം. അതിനുവേണ്ടി അവിടെ ബ്രഹ്മവിദ്യാ മന്ദിരം ഉണ്ടാക്കണം. എല്ലാ മതങ്ങളെയും പഠിച്ചാൽ അവ തമ്മിൽ സാരാംശത്തിൽ ഭേദമില്ലെന്ന് വെളിവാകും. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നതാണ് നാം പറയുന്ന ഏകമതം എന്ന് പറയുന്നുണ്ട്. അപ്പോ അരുമാമറ, അരുമയായ മഹാവേദൻ, ഗുരു ഓതും മുനി ഓതും അർത്ഥം. രണ്ട് സ്പിരിച്വൽ ടൈപ്സ് ആണ് ഗുരുവും മുനിയും. ഗുരു ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് പറഞ്ഞു തരുന്ന, ഉപദേശിക്കുന്ന ഗുരുവാണ്. മുനി അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് മനനം തുടരുന്ന ഏകാഗിയായി ഇരിക്കുന്ന. അപ്പൊ രണ്ട് ട്രഡീഷൻസ്, ഒന്ന് ആക്റ്റീവ്, ഒന്ന് പാസീവായിട്ടുള്ള. ഇതെല്ലാം ഒരു ജാതിയിലുള്ളത്, അത് ശ്രദ്ധിക്കണം. ഗുരുവിന്റെ ഒരു ജാതിയും വരുന്നു അവിടെ. ഇതെല്ലാം ഈ പൂർവസൂരികളുടെ, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ വചനങ്ങളിൽ തന്നെ ഉള്ളതാണ്. എല്ലാ വേദശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും പ്രമാണമായിരിക്കുന്നത്, പൊരുളായിരിക്കുന്നത്, അവയുടെ സാരാംശമായിരിക്കുന്നത് ഇതൊന്നു തന്നെയാണ്, മറ്റൊന്നുമല്ല എന്ന് പറയുക. പൊരുളായിരിക്കുന്നത്. അതെ, അതെ. ഇതൊന്നു താൻ പൊരുൾ ഓർത്താൽ, അത് ഓർക്കണം. അപ്പോ ഇപ്പോ ഈ സമയത്ത് വളരെ പ്രാധാന്യം ഉള്ള ഒരു ഉപദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, ഓർത്താൽ ഇത് തന്നെയാണ്. അപ്പോ മതത്തിന്റെ പേരിലുണ്ടാകുന്ന
ദ്വേഷങ്ങൾ, വൈരങ്ങൾ. ഒരു മത്സരം മതം മൂലമല്ല, മതം മൂലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ്. ഒരു ജാതി അതും മതം. അതെ അതെ അതെ. അപ്പോ അതൊഴിയണമെങ്കിൽ ഈ അനുകമ്പയുണ്ടാകണം. അതെ. അത് അരുളുള്ളവനാണ് ജീവി എന്ന ആ നവാക്ഷരി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അതെ ഉരുവിട്ട് അതിൽ ഉരുവിടണം, അതിൽ അതിലാകണം. ഉരുവിട്ടിടുക അതെ ഈ നവാക്ഷരി. അത് അതെ. ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. I am thanking you on behalf of all the listeners of Dilli Dali for this very quality time from you. Thank you. Thank you, Gopal, for